നമുക്കിവിടെ പ്ലാന്റ്സ് വെക്കാനായിട്ട് കാര്യമായിട്ട് സ്പേസ് ഒന്നുമില്ല. അപ്പോൾ വിൻഡോ സൈഡിലായിട്ട് ഇതാ ഇത്തിരി സ്പേസിൽ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്റ്റെമ്മ് വാങ്ങിച്ചിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വേരൊക്കെ വന്നിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇത് വിൻ്റർ ആയപ്പോൾ ചെടിയുടെ കോലൊക്കെ ആകെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി ക്ലീൻ ആക്കണം. അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ്. പനിക്കൂർക്ക ഭയങ്കരമായിട്ട് വാടിയിട്ട് ഇലയൊക്കെ ഒരു യെല്ലോയിഷ് കളറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇതാക്കിയെടുത്തു. അപ്പോൾ മൊത്തത്തിൽ പൊടിയൊക്കെ ഒന്ന് അടിച്ച് തുടച്ചിട്ട് ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പനിക്കൂർക്കയുടെ ഇല ഉണ്ടല്ലോ, അത് നമ്മൾ വല്ല ഹെയർ പാക്കൊക്കെ ചെയ്യുമ്പോൾ അതിൽ കൂടെ അരച്ചിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് നീർക്കെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഒരുവിധം പണികളൊക്കെ ഒതുക്കിയിട്ട് ഇനി മോനെ കൊണ്ടുവരാനായിട്ട് സ്കൂളിലേക്ക് പോവാണ്. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ബസ് എടുത്ത് പോയി. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് വാങ്ങി കഴിഞ്ഞാലും ഇവളെൻ്റെ അടുത്ത് ക്യാഷ് ചോദിക്കിട്ട് അവൾക്കത് കൊടുക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാട്ടോ. അവിടെ എപ്പോഴും ഇതുപോലെ കുറേ പക്ഷികളുണ്ടാവും. കുഞ്ഞിന് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ അതെപ്പോഴും അവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്യും. അതെല്ലാവരും കൂടെ പറന്ന് പോവുകയും ചെയ്യും. ഇതിപ്പോൾ എന്താ ഉണ്ടായെന്നറിയാണ്ടുള്ളൊരു നിപ്പാണ് കേട്ടോ അത്. സ്വന്തം ഇഷ്ടത്തിനുള്ള ഈ നടത്തവും ഇതൊക്കെ കഴിഞ്ഞിട്ടേ സ്കൂളിൽ എത്താനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം നേരത്തെ ഇറങ്ങാനായിട്ട് നോക്കാറുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പേരൻസും എത്തിയിട്ട് കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതാ വീണ്ടും ഒരു കിളീനെ കണ്ടോ, അതിൻ്റെ പിന്നാലെ പോയി. ഇന്നെന്തോ ടീച്ചർ കല്ലൂനെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇഷാനെ വിളിക്കാനായിട്ട്. അത് നല്ല ഹാപ്പി ആയിട്ടോ ആൾക്ക്. ഇനി വീടെത്താനും ഇതേപോലത്തെ സർക്കസൊക്കെ കഴിഞ്ഞിട്ടേ എത്താൻ പറ്റുള്ളൂ. ഇനി പോണ വഴിയിൽ എല്ലായിടത്തും നിന്നിട്ടും ചാടിയിട്ടൊക്കെയാണ് നമ്മൾ വീട്ടിലെത്താറുള്ളൂ. ഇന്നെന്തോ വലിയ സ്നേഹത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നിട്ടൊക്കെയുള്ള പോക്ക്. പിന്നെ ഇപ്പം ഞാൻ ലിഫ്റ്റിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. കണ്ട ബട്ടണൊക്കെ പിടിച്ച് പ്രസ് ചെയ്യും. അപ്പോൾ അതിന് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വാശിയൊക്കെയാണ്. നമ്മുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കണം.